നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകും. കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ സർക്കാർ ആർക്കും അവസരമൊരുക്കരുതെന്നും വി.എസ്. സുനിൽകുമാർ. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിക്കണിയിൽ അകപ്പെട്ട് മധ്യവയസ്കന് ദാരുണാന്ത്യം. മരിച്ചത് വിരുപ്പാക്ക നടത്തറ വീട്ടിൽ 51 വയസ്സുള്ള ഷെരീഫ്. മൃതദേഹം കണ്ടെത്തിയത് പാടത്തിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ. പ്രതി പിടിയിലായത് മോഷണം നടന്ന് 17 ദിവസങ്ങൾക്കു ശേഷം. ആർഭാട വിവാഹ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി ഷൊർണൂർ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിൽ ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം. നാടകോത്സവം തുടരുന്നു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ. വാർത്തകൾ വിശദമായി. നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരം ഉൾപ്പെടെ പൂരാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇട നൽകരുതെന്ന് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. നാട്ടാന പരിപാലനത്തിൽ ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ചട്ടം ഭേദഗതിക്ക് സർക്കാർ തയ്യാറാകണമെന്ന് വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ എത്ര അകലം പാലിക്കണമെന്ന് സംബന്ധിച്ച് ചട്ടത്തിൽ പറയുന്നില്ല. അതാണ് ഹൈക്കോടതി ഉത്തരവിറക്കുന്നതിലേക്ക് നയിച്ചത്. ചട്ടം ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരമടക്കമുള്ള പൂരങ്ങൾ പ്രതിസന്ധിയിലാകും. തെക്കോട്ടിറക്കം 15 ആനകളെ വെച്ച് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇട നൽകരുത്. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വി.എസ്. സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. ഇത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു പോംവഴി ചട്ടം ഭേദഗതിയാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ പൂരം ചടങ്ങായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാര്യമാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും വാഹനങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തെ നമ്മൾ ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ ഒരിക്കലും ആ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പരസ്യമായി ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിലും കോടതി വിധിയെ മറികടക്കാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. അതിനകത്തൊരു പ്രശ്നം ത്തിൽ ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾക്കിടയിലുള്ള ഗ്യാപ്പ്, അകലം സംബന്ധിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തത വരുത്തിക്കൊണ്ട് ഈ അകലം സംബന്ധിച്ച് പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കണിയിൽ അകപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു. വിരുപ്പാക്ക സ്വദേശി നടത്തറ വീട്ടിൽ 51 വയസ്സുള്ള ഷെരീഫാണ് മരിച്ചത്. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശവാസിയായ ഉണ്ണിയാൻകുട്ടി എന്ന വ്യക്തിയുടെ പാടത്തിനോട് ചേർന്ന വലിയ തെങ്ങിൻ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ഷെരീഫിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന തെങ്ങിൻ തോപ്പ് സ്ഥിതി ചെയ്യുന്നത്. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കെണിവെക്കാനായി ഉപയോഗിക്കുന്ന വയറുകളും പ്ലാസ്റ്റിക് സഞ്ചിയും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന് സമീപത്തായി വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട്. ഷെരീഫ് കെണിവെക്കാനെത്തിയപ്പോൾ അപകടം സംഭവിച്ചതാണോ, മറ്റാരെങ്കിലും വെച്ച കെണിയിൽ ഷെരീഫ് അബദ്ധത്തിൽ അകപ്പെട്ടതാണോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതാനും നാൾ മുമ്പാണ് വടക്കാഞ്ചേരിക്ക് സമീപം എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിലെ വരവൂരിൽ പാടത്ത് സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ തട്ടി മീൻ പിടിക്കാൻ പോയ സഹോദരങ്ങൾ മരണപ്പെട്ടത്. മേഖലയിൽ വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വൈദ്യുതി കെണി സ്ഥാപിക്കുന്നത് നിത്യസംഭവമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വൈദ്യുതി കെണി സ്ഥാപിക്കുന്നത് മുൻകൂട്ടി പിടികൂടാൻ അധികൃതർ കാര്യക്ഷമമായി പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ആലപ്പുഴ പറവൂർ തൊണ്ടിൽ വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തി നീണ്ട 17 ദിവസങ്ങൾക്കു ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്.
നവംബർ 11 തീയതിയാണ് ദേശമംഗലത്ത് താമസിക്കുന്ന അമ്പാട്ട് നാണുവിന്റെ മകൾ ചെന്നൈയിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥയായ സ്വപ്ന IRSന്റെ വീട് കുത്തിത്തുറന്ന് പ്രതി വില കൂടിയ സ്മാർട്ട് ഫോൺ മോഷ്ടിച്ചത്. ഇതിനുശേഷം 17 ദിവസങ്ങൾ കഴിഞ്ഞ് മൊബൈലിൽ തന്റെ സിം കാർഡ് ഇട്ടപ്പോഴാണ് പോലീസ് ലൊക്കേഷൻ പരിശോധിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് തെളിവെടുപ്പ് നടത്തി. 6 വർഷത്തോളമായ പ്രതി ദേശമംഗലം പരിസരത്തും വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നുവെന്നും ഇതിനു മുൻപ് പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. CI അനന്തകൃഷ്ണൻ, SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വിനീത്, CPO ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മലമ്പുഴയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവും സംബന്ധിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അപകടം സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെയും ആരോഗ്യം, റവന്യൂ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ റോപ്പ് വേയുടെ ചലനം നിലച്ച് ടൂറിസ്റ്റുകളായ 2 പേർ റോപ്പ് വേയിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഒരുക്കിയത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ റോപ്പ് വേ അധികൃതർ പാലക്കാട് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. തുടർന്ന് അഗ്നിരക്ഷാസേന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുമായി ബന്ധപ്പെട്ടു. ഈ സമയത്ത് തന്നെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർക്കും പോലീസ്, ആരോഗ്യവകുപ്പ് അധികൃതർക്കും വിവരം കൈമാറി. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയ്ക്ക് യുവാക്കളെ താഴെയിറക്കാനുള്ള പ്രവർത്തനം ശ്രമകരമായ സാഹചര്യത്തിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ NDRFനെ ബന്ധപ്പെട്ടു. തുടർന്ന് റോപ്പ് വേയിൽ കുടുങ്ങിയവരെ NDRF രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 4ാം ബറ്റാലിയൻ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സിവിൽ സ്റ്റേഷനിലെ പഴയ PSC ഓഫീസിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവാഹദൂരത്തിന്റെ ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടി ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം. പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിൽ 5ാം ദിനത്തിലാണ് കല്യാണം അരങ്ങിലെത്തിയത്. ഷൊർണൂർ KVR സ്കൂളിലെ ബാൽസൺ നഗറിൽ ഇന്ന് വൈകിട്ട് 7-ന് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ അരങ്ങേറും. 18ാമത് ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന്റെ 5ാം ദിനത്തിൽ അരങ്ങിൽ കളറായി ആലപ്പുഴ സൂര്യകാന്തി അവതരിപ്പിച്ച കല്യാണം. വെഡ്ഡിംഗ് ടെയിൽ എന്ന ടാഗ് ലൈനിൽ അരങ്ങിലെത്തിയ നാടകം ഒരു കല്യാണ വീട്ടിലൂടെ സഞ്ചരിച്ച അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത്. വളരെ ആർഭാടപൂർവ്വം വിവാഹം നടത്തി സർവവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ നർമ്മത്തിൽ ചാലിച്ച് അരങ്ങിലെത്തിയപ്പോൾ ഒരു മെയിൻ സ്ട്രീം എന്റർടൈൻമെന്റ് സിനിമ കണ്ട അനുഭൂതിയാണ് കാണികൾക്ക് ലഭിച്ചത്. കല്യാണം ഭാരിച്ച ബാധ്യതയാണെന്ന് പേടിച്ചാണ്. ആരുടെ മുന്നിലും ചെറുതാകുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു പങ്കാളി ഇല്ലാത്തതിൻ്റെ ഒറ്റപ്പെടൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് മാറ്റി പറയാൻ എൻ്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. പാവം അമ്മ അന്ന് എൻ്റെ പിന്നാലെ ഒരുപാട് നടന്നതാണ്. ഇപ്പം അമ്മയും നിർത്തി. പക്ഷേ എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവനും ഇപ്പോൾ എൻ്റെ കല്യാണ കാര്യം ഉണ്ടാവില്ല. നാളെ അവൻ വേണ്ടേ മുൻകൈയെടുത്ത് എന്നെ കൊണ്ട് പെണ്ണ് കിട്ടിക്കാൻ. കല്യാണ വീടുകളിൽ നമ്മൾ കണ്ടുശീലിച്ച പൊങ്ങച്ചം പറച്ചിലുകളും പരദൂഷണത്തിന്റെ മേമ്പൊടി ചേർത്ത അടക്കം പറച്ചിലുകളുമൊക്കെ നാടകത്തിന്റെ ലയറുകളാകുന്നുണ്ട്. നാടകത്തിലുടനീളം വളരെ രസകരമായി തന്നെ കല്യാണത്തിന്റെ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ സംവിധാന മികവ് വിജയിച്ചിട്ടുമുണ്ട്. അതിനൊപ്പം എടുത്തു പറയേണ്ടതാണ് നാടകത്തിൽ അഭിനയിച്ചവരുടെ പ്രകടനവും. ഒരു പെണ്ണിന്റെ കൂട്ട് വേണമെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയിട്ടുമില്ല. സൂര്യകാന്തി പൂക്കളെ പ്രണയിച്ച വാൻഗോഗിനെ പോലെ പൂക്കളോടും പുഴയോടും മഴയോടും മഞ്ഞിനോടും മാത്രമേ എനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളൂ.
വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ വലിയ മാറ്റമുണ്ടാവുന്ന ഇക്കാലത്ത് മറ്റുള്ളവർക്ക് മുന്നിലുള്ള ഷോ ഓഫായി മാത്രം വിവാഹവേദികൾ മാറുമ്പോൾ അതിന്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണെന്ന കൃത്യമായ ദിശാബോധം നൽകിയാണ് നാടകം അവസാനിക്കുന്നത്. നാടകോത്സവത്തിന്റെ 6ാം ദിവസമായ വ്യാഴാഴ്ച കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജലസേചനക്കുറവും കൃഷിയിടങ്ങളിൽ പതിവായി ഉണ്ടാകുന്ന മോഷണവും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മറികടന്ന് വിഷരഹിത പച്ചക്കറി കൃഷിയുടെ പറുദീസ ഒരുക്കുകയാണ് ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കണ്ണിനും മനസ്സിനും കുളിർമയായി 2 ഏക്കറിലിറക്കിയ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. സാധാരണ വഴിയരികിലെ കാട് വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. കാരമണ്ണ കാരുണ്യ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 2 ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. വെള്ളമില്ലാത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കൃഷിയിടത്തിൽ ചെറിയ കിണർ കുത്തിയാണിവർ ജലസേചനം നടത്തിയത്. വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ സാമൂഹ്യവിരുദ്ധർ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വിഷമമുണ്ടായെങ്കിലും നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണിവർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉണ്ടാക്കിയ ലേബർ ഗ്രൂപ്പിൻ്റെ കാരുണ്യ അതുപോലെ തന്നെ കാരമണ്ണ 2 ലേബർ ഗ്രൂപ്പുകളുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഏകദേശം 45ഓളം ലേബർ ഗ്രൂപ്പുകളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 15,000, 20,000 രൂപ വരെ പച്ചക്കറികൾ ഓരോ തൊഴിലാളികളും വിൽക്കുന്നവരെ സ്ഥിതിയുണ്ടായി. നമ്മുടെ നാട്ടിൽ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലേബർ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പച്ചക്കറി കൃഷി നടക്കുന്നത്. അത്തരത്തിലുള്ള 11ാം വാർഡിലെ പച്ചക്കറിയുടെ മനോഹരമായ കൃഷിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇത്തരത്തിൽ നമ്മൾ 45 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ വെള്ളരി, വെണ്ട, കുമ്പളം, ചിരങ്ങ, പയർ, ചീര, കൈപ്പയ്ക്ക, മത്തൻ, ചക്കരക്കിഴങ്ങ്, കടല തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ 45 ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുകിട കച്ചവടക്കാരെ പെരുവഴിയിലാക്കുന്ന വാടക ഇനത്തിലെ GST വർധനവ് പിൻവലിക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. അശാസ്ത്രീയമായ നികുതി വർധനവിനെതിരെ GST കൗൺസിലിൽ ധനമന്ത്രി ബാലഗോപാൽ ശബ്ദിക്കാതിരുന്നത് വരുമാനം ലക്ഷ്യം വെച്ചു മാത്രമാണെന്നും വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. കുമാരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നാളിതുവരെ നികുതിയില്ലാതിരുന്ന ചെറുകിട മേഖലയിലാണ് ഒക്ടോബർ 10 മുതൽ 18% നികുതി ഏർപ്പെടുത്തിയത്. നാമമാത്ര വരുമാനമുള്ള ചെറുകിട കച്ചവടക്കാർ 18% വാടകയോടൊപ്പം നികുതി നൽകണമെന്നത് തൊഴിലാളി ദ്രോഹമാണ്. 18%-ൽ 9% കേരളത്തിനും ലഭിക്കുമെന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ ധനമന്ത്രി GST കൗൺസിലിൽ നിശബ്ദനായിരുന്നത്. കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും നികുതി ഘടനയിൽ കൊണ്ടുവരുന്നത് ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കും. ESIയിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്നും ചെറുകിട വ്യാപാരികൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. ഇക്കാര്യങ്ങൾ ഉയർത്തി നവംബർ 30-ന് ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും M. കുമാരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഈ മുതലാളിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൂടെ പരിഗണിക്കുന്നതാണ് നമ്മളുടെ ആവശ്യം. ആദ്യം ഞാൻ പറഞ്ഞു GST വകുപ്പിൽ ഇത്, അതുപോലെ തന്നെ ക്ഷേമനിധി, വ്യാപാരി ക്ഷേമനിധി വർഷങ്ങളോളായി നമ്മുടെ സർക്കാർ യാതൊരു തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടത്തിയിട്ടില്ല. അതിലും ഇതുപോലെ തന്നെ ഭാരതത്തിന് തന്നെ റവന്യൂ വകുപ്പിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന വിഭാഗമാണ് ഈ വ്യാപാര വ്യവസായ കമ്പോള മേഖലകൾ. അതിൽ ഈ ഒരു ഓണറിന്, ഒരു കച്ചവടക്കാരന് എന്ത് സഹായമാണ്, ഒരു പെൻഷനാണ്, എന്താണ് നമുക്കുള്ളത്, അതുകൂടെ ചിന്തിക്കേണ്ടവരാണ്. അതുകൂടെ പരിഗണിക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് C. ഗുരുവായൂരപ്പൻ, ജനറൽ സെക്രട്ടറി R. രാജപ്രതാപ്, ട്രഷറർ G. സുരേഷ് കുമാർ, രാജശേഖരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഇരട്ട കിരീടം കരസ്ഥമാക്കിയ ചെറുതുരുത്തി സർക്കാർ LP സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം ജനറലിലും LP വിഭാഗം അറബിക് കലോത്സവത്തിലുമാണ്
ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സ്കൂളിൽ നിന്നും ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്തു. അനുമോദന സമ്മേളനത്തിൽ സീനിയർ അധ്യാപിക ശാലിനി അധ്യക്ഷത വഹിച്ചു. AA അബ്ദുൽ ഗഫൂർ, കവിത, രജനി, പ്രസീത, ഷാഹിൻ, സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടാന പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഭേദഗതി കൊണ്ടുവരണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകും. കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ സർക്കാർ ആർക്കും അവസരമൊരുക്കരുതെന്നും VS സുനിൽകുമാർ. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിക്കണിയിൽ അകപ്പെട്ട് മധ്യവയസ്കന് ദാരുണാന്ത്യം. മരിച്ചത് വിരുപ്പാക്ക നടത്തറ വീട്ടിൽ 51 വയസ്സുള്ള ഷെരീഫ്. മൃതദേഹം കണ്ടെത്തിയത് പാടത്തിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് സ്മാർട്ട് ഫോൺ മോഷ്ടിച്ച പ്രതി പിടിയിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ സ്വദേശി സന്തോഷ് കുമാർ. പ്രതി പിടിയിലായത് മോഷണം നടന്ന് 17 ദിവസങ്ങൾക്കു ശേഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.